അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാണ്, ദിക്ർ ചൊല്ലുന്ന വീടും ദിക്ർ ചൊല്ലാത്ത വീടിനെ സംബന്ധിച്ചു അല്ലാഹുവിന്റെ ഹബീബായ തങ്ങൾ അവിടുന്ന് പറയുകയാണ്, മസലുൽ ലദീന യദ്കുറു റബ്ബഹു വല്ലദീ ലാ യദ്കുറു മസലുൽ ഹയ്യി വൽ മയ്യിത്ത്. അല്ലാഹുവിന്റെ ഹബീബായ തങ്ങൾ അവിടുന്ന് പറയുകയാണ്, മസലുൽ ലദീ യദ്കുറു റബ്ബഹു, അല്ലാഹുവിനെ ഓർക്കുന്നതായ വീടുണ്ടല്ലോ, അല്ലാഹുവിനെ ഓർക്കുന്നതായ മനുഷ്യനെ സംബന്ധിച്ചുകൊണ്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാണ്, അവരുടേതായ ഉദാഹരണം അവിടുന്ന് പറയുന്നുണ്ട്. മസലുൽ ഹയ്യ്, അവർ ജീവിച്ചിരിക്കുന്നവരെ പോലെയാണ്. ദിക്ർ ചൊല്ലുന്നവരുടെ ഉദാഹരണമാ പറഞ്ഞത്. എന്നാൽ ലാ യദ്കുറു, അല്ലാഹുവിനെ കുറിച്ച് ദിക്ർ ചൊല്ലാത്തവരുടെ ഉദാഹരണം എന്ന് പറയുന്നത് വൽ മയ്യിതി, അവര് മരിച്ചവരെ പോലെയാണ്, അവരുടെ കൽബ് മരിച്ചു പോയതാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ പ്രിയപ്പെട്ട വാപ്പുമ്മമാര്, സഹോദരന്മാര്, നമ്മുടെ വീടിന്റെ അകത്തളങ്ങൾ എങ്ങനെയുള്ളതാണ്? ദിക്ർ ചൊല്ലാത്ത വീടുണ്ടല്ലോ, അത് മരിച്ച ഖബറിനെ പോലെയാണ്, മരിച്ച വീട് പോലെയാണ്. എന്നാൽ ദിക്ർ ചൊല്ലുന്ന വീടുണ്ടല്ലോ, ആ വീട് വല്ലാതെ ഭംഗിയുള്ളതാണ്, സൗരഭ്യമുള്ളതാണ്. അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലായികത്തുകൾ ഇറങ്ങുന്ന വീടാണ് എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, മഹദിയാകുന്ന ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹാ, അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് വരികയാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹാ റസൂലുള്ളാഹി തങ്ങളുടെ മുന്നിലേക്ക് വരികയാണ്. അലിയാര് തങ്ങൾ പറഞ്ഞു വിട്ടതാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ വന്നിട്ട് തന്റെ പിതാവാകുന്ന ബാപ്പയാകുന്ന റസൂലുള്ളാഹി തങ്ങളോട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, എന്റെ കയ്യിലേക്കൊന്ന് നോക്കൂ നബിയേ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, എന്റെ കയ്യിലേക്കൊന്ന് നോക്കൂ നബിയേ. പണിയെടുത്തുകൊണ്ട് കൈ മുഴുവനും പൊട്ടിപ്പോയിരിക്കുകയാണ് നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ കയ്യിലേക്ക് നോക്കുമ്പോൾ കൈ മുഴുവൻ അവിടുന്ന് പൊട്ടിയിരിക്കുകയാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ സങ്കടത്തോടെ പറയുന്നു, യാ നബിയല്ലാഹ്, വീടിന്റെ ഉത്തരവാദിത്തങ്ങളും പണിയെടുത്തുകൊണ്ട് എന്റെ കൈ മുഴുവനും പൊട്ടിയിരിക്കുകയോ. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് വന്നത് ആവശ്യത്തിനാണ്. റസൂലുള്ളാഹി തങ്ങൾക്ക് കുറച്ച് സമ്പത്ത് കിട്ടിയിട്ടുണ്ട്. ആ സമ്പത്തിൽ നിന്ന് അതാ ഒരു അടിമ പെണ്ണിനെ കിട്ടുകയാണെങ്കിലോ, ഖിദ്മത്തിന് വേണ്ടിയിട്ട് ഒരു പെണ്ണിനെ കിട്ടിയാൽ കൊള്ളാമായിരുന്നല്ലോ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയോട് അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് ചോദിക്കുന്നുണ്ട്, മോളെ ഫാത്തിമ, എന്തിനാണ് നീ വന്നത്? എന്താവശ്യത്തിനാ നീ വന്നത്? ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അവിടുന്ന് പറയുകയാണ്, റസൂലേ, എന്റെ കുടുംബത്തിന്റെ, എന്റെ വീടിന്റെ അവസ്ഥകൾ അറിയാമല്ലോ. അതുകൊണ്ട് ഒരടിമ പെണ്ണിനെ കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് വല്ലാത്ത അനുഗ്രഹമായിരുന്നു, വല്ലാത്ത അനുഗ്രഹമായിരുന്നു, എനിക്കൊരു ആശ്വാസമായിരുന്നു നബിയേ. അല്ലാഹുവിന്റെ റസൂലിനോട് ഇവിടുന്ന് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടുന്ന് പറയുകയാണ്, മോളെ ഫാത്തിമ, നിന്റെ വാപ്പയ്ക്ക് സമ്പത്ത് കിട്ടിയത് എന്റെ മക്കൾക്ക് സൂഹിക്കാനുള്ളതല്ല, എന്റെ മക്കൾക്ക് സൂഹിക്കാൻ വേണ്ടിയിട്ടല്ല. ഇതിനു വേണ്ടി പണിയെടുത്ത ഒരുപാട് പാപങ്ങളാകുന്ന സഹാബത്തുണ്ട്, ഒരുപാട് പട്ടിണി പാപങ്ങളായ ദാരിദ്ര്യം പിടിച്ച സഹാബത്തുണ്ട്. അവർക്ക് കൊടുക്കാനുള്ള മുതലാണ് മോളെ ഫാത്തിമ ഇന്ന്. അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടുന്ന് പറയുമ്പോൾ, അല്ലാഹുവേ, ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ ഇറങ്ങിപ്പോവുകയാണ്. എന്റെ വാപ്പയോട് ചോദിക്കാൻ വേണ്ടി വരണ്ടായിരുന്നെന്നുള്ള മനോഭാവത്തോട് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ ഇറങ്ങിപ്പോവുകയാ. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ വിളിച്ചുപോയി ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയെ വിളിക്കുകയാണ്, മോളെ, നീ വെറും കൈയോടെ പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല.
നീ വെറും കൈയോടെ പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്തെങ്കിലും ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാതെ കണ്ട് വെറും കൈയോടെ പോകാൻ ഒരിക്കലും ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് അല്ലാഹുവിന്റെ ഹബീബായ തങ്ങൾ അവിടുന്ന് പറയുകയാണ്. ഫാത്തിമയോട് പറയുന്ന മോളെ ഫാത്തിമ, നിനക്ക് ഈ ലോകത്തും പരലോകത്തും വിജയിക്കാനുള്ള ഒരു അമൂല്യമാകുന്ന ഇത് ഞാൻ നിനക്ക് പറഞ്ഞു തരാം. ഈ ലോകത്തും പരലോകത്തും വിജയിക്കാൻ നാളെ മുഅ്മിനാത്തുകളും മുഅ്മിനീങ്ങളതാ കടന്നു വരുമ്പോ സ്വർഗത്തിന്റെ രാജ്ഞിയായി കടന്നു പോകുന്ന ഫാത്തിമ, നിനക്ക് ഈ ലോകത്തും പരലോകത്തും വിജയിക്കാനുള്ള അമൂല്യമായ രത്നം ഞാൻ നിനക്ക് പറഞ്ഞു തരാം. അല്ലാഹുവിന്റെ ഹബീബായ തങ്ങൾ അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ടതാ ഒരു ദിക്ർ പ്പെടുന്ന റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീർ അസ്ലിഹ് ലീ ശൈനി കുല്ലഹു വലാ തകിൽനി ഇലാ നഫ്സി തറഫത ഐൻ. ഈ ദിക്ർ അവിടുന്ന് ചൊല്ലിക്കോ. രാവിലെയും വൈകുന്നേരവും അവിടുന്ന് ചൊല്ലിയാൽ അല്ലാഹു നിന്നെ ദുനിയാവിലും ആഖിറത്തിലും പരാജയപ്പെടുത്തില്ല എന്ന് തന്റെ മകളാകുന്ന ഫാത്തിമ ബീവി, കരളിന്റെ കഷ്ടമായ ഫാത്തിമ ബീവി, നാളെ സ്വർഗത്തിന്റെ രാജ്ഞിയായ ഫാത്തിമ ബീവി, നാളെ സ്വർഗത്തിന്റെ ഹൂറിലീങ്ങളുടെ നേതാവായ ഫാത്തിമ ബീവി, ആ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയ്ക്ക് ഇവിടുന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ, എന്റെ പ്രിയപ്പെട്ട ഉമ്മ, സന്ധ്യ സമയമാകുമ്പോ നമ്മുടെ വീടിൻ്റെതായ അകത്തളങ്ങൾ എങ്ങനെ അല്ലാഹുവിനെ ദിക്ർ ചൊല്ലുന്ന വീടുകളുണ്ട്, പരിശുദ്ധമായ ഖുർആൻ എടുത്തുകൊണ്ട് പാരായണം ചെയ്യുന്ന വീടുകളുണ്ട്. എങ്ങനെയാ ദാരിദ്ര്യം വരാതിരിക്കുന്നത്? എങ്ങനെയാ പട്ടിണി വരാതിരിക്കുന്നത്? അതിങ്ങനെയാണ് ഈ ഞെരുക്കങ്ങൾ വരാതിരിക്കുന്നത്? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനേ, അല്ലാഹുവിനെ ദിക്ർ ചൊല്ലുന്ന ഖൽബും നാവും കൊണ്ടുവരണേ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ.